مرحبا بكم إلى فصل جديد للصف الحادي عشر للغة العربية. മക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഫഹിംന ഫിൽ ഫസ്ലിൽ മാദി അദ്ദർസുൽ ഊല, ഒന്നാമത്തെ പാഠം നമ്മൾ പഠിച്ചു അല്ലേ. വനഹുൽ യൗം ഫി അദ്ദർസ് സാനി ഹിയ മാദാ അൽ-ഇൻഫിതാഹ് അലൽ ആലം. അൽ-ഇൻഫിതാഹ് അലൽ ആലം. മാ ഹുവ അൽ-ഇൻഫിതാഹ്? ഇൻഫിതാഹ് അലൽ ആലം. അലൽ ആലം, ആലം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആലം എന്ന് പറഞ്ഞാല് ലോകം. അൽ ഇൻഫിതാഹ് ഓപ്പൺ ടു ദി വേൾഡ് എന്നാണ്, അല്ലെങ്കിൽ ഓപ്പൺനെസ് ടു ദി വേൾഡ്. ലോകത്തോട് തുറന്നിടപെടുക, അല്ലെങ്കിൽ ലോകത്തെ തുറന്ന മൈൻഡോടെ കാണുക, ലോകം ചുറ്റിക്കറങ്ങുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഓപ്പൺ ടു ദി വേൾഡ്. فهذا منظوم للإمام الشافعي. هل تعرفون من هو الإمام الشافعي؟ هو واحد من الأئمة الأربعة. അല്ലെ, 4 ഇമാമന്മാരിൽ ഒരാളുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണിത്. ഈ കവിതയും അതിന്റെ ആശയങ്ങൾ, അതായത് ലോകത്തെ തുറന്ന മൈൻഡോടെ കണ്ട് ലോകം ചുറ്റിക്കറങ്ങുക, ഒരിടത്ത് തന്നെ കെട്ടിക്കിടക്കാതെ പുതിയ അവസരങ്ങൾ തേടി പോവുക എന്ന ആശയമാണ് അൽ ഇൻഫിതാഹ് അലൽ ആലം എന്നതിനുള്ളത്. നമുക്ക് നോക്കാം. ما في المقام الذي يقل ودي أدب من راحة فدع اللوتان واغتربي سافر تجد عبلا عمن تفارقه فإن سوف إن لذيذ العيش في النسب إني رأيت وقوف الماء يفسده إن ساها طاب وإن لم يجر لم يتبي والأسد لولا فراق الأرض ما افترست والسهم لولا فراق القوس لم يسبي والشمس لو وقفت في الفلك دائمة لملها الناس من نجم ومن غرب والبدر لولا أفول منهما لظرت إليه في كله من عين مرتقبين والتبر كالترب ملكا في أماكنه والعود في الأرض نوع من الهتب فإن تغرب هذا عز مطلبه وإن تغرب ذاك عز كالذهب. അപ്പൊ നോക്കൂ, ഓരോ കവിതയാണ്. ആ കവിത, അദ്ദേഹത്തിന്റെ കവിത വളരെ പ്രധാനപ്പെട്ട ഒരു കവിത. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാഫിർ തവ്ജിദ് ആവദ് ചില ക്വിസ് മത്സരങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്താ നോക്കാം. മാഫിൽ മുഖാമി സ്ഥിരമായി താമസിക്കുന്നതിൽ ഇല്ല എന്നാണ്. സ്ഥിരമായി ഒരിടത്ത് നിലകൊള്ളുന്നതിൽ ഇല്ല. ആർക്ക്? ലിദി അക്കലിൻ, ബുദ്ധിയുള്ളവന്, വദി അദബിൻ, മര്യാദയുള്ളവന്, അല്ലെങ്കിൽ സംസ്കാരമുള്ളവന്. അവൻ എന്തില്ല? മിൻ റാഹ, ഒരു കംഫർട്ടില്ല. അതായത് സ്ഥിരമായി ഒരിടത്ത് തന്നെ നിൽക്കുന്നതിൽ ഒരു ഭംഗിയില്ല എന്നാ പറയുന്നത്. ഫദഇൽ ഔതാന, അതുകൊണ്ട് നിങ്ങൾ രാജ്യം ഉപേക്ഷിച്ച് വഗ്തരിബി, പ്രവാസിയാകണം, ഗരീബാകണം കേട്ടോ, അപരിചിതനായി മാറണം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ തന്നെ നിലകൊള്ളാതെ പോകണം. സാഫിർ, നിങ്ങൾ യാത്ര ചെയ്യുക. തജിദ് ഇവലൻ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പകരം കിട്ടും. അമ്മൻ തുഫാരിക്കുഹു, നിങ്ങൾ എന്തിനെയാണോ വേർപിരിഞ്ഞത് അതിന് പകരമായത് വേറൊന്ന് അവിടെ കിട്ടും. വൻസബ്, നിങ്ങൾ അധ്വാനിക്കണം. ഫഇന്ന ലദീദൽ ഐഷ്, ജീവിതത്തിന്റെ ഒരു രസം എന്നുള്ളത് ഫിന്നസബി, അധ്വാനിക്കുന്നതിലാണ്. ചുമ്മാ ഇരുന്ന ഒന്നും കിട്ടില്ല, അധ്വാനമാണ് എല്ലാത്തിന്റെയും മർമ്മമെന്ന്. ഇന്നി റഅയ്തു, ഞാൻ കാണുന്നു, ഞാൻ കണ്ടു വഖൂഫൽ മാ, വെള്ളം കെട്ടിക്കിടന്നാൽ യുഫ്സിദുഹു, അത് നശിപ്പിക്കും അതിനെ. ഒരിടത്ത് കെട്ടിക്കിടന്ന നമ്മൾ നശിക്കുന്നതാണ്. ഇൻസാഹ, അത് വ്യാപിച്ചാൽ ത്വാബ, നന്നായി. ഒഴുകിയാൽ, സാഹ ഫാള, ഒഴുകി എന്നൊക്കെയാണ്. ത്വാബ, ആ വെള്ളം ഒഴുകിപ്പോയാൽ അത് നന്നാവും. ഇല്ലം യജിരി, ഒഴുകിയില്ലെങ്കിലോ ലം യത്ബിയ, നന്നാവില്ല. അതായത് ഒരോടെ തന്നെ നിൽക്കാതെ യാത്ര തുടരും മക്കളെ എന്നാണ് പറയുന്നത്. വൽ ഉസ്ദു, എന്താണ് ഉസ്ദ്? സിംഹം. അസദുൻ ജമ്മു ഉസ്ദ്. ലൗലാൽ ഫിറാഖുൽ അർദ്, അത് ഭൂമിയെ വിട്ടുപോയില്ലെങ്കിൽ, ലൗലാ ഫിറാഖുൽ അർദ് മഫ്തറസത്, അതെന്ത് ചെയ്യില്ല? വേട്ടയാടില്ല അല്ലേ. അവിടെ തന്നെ ഇരുന്ന് അതിന് വേട്ട മുഖം കിട്ടുമോ?
വസ്സഹ്മ് അതുപോലെ അമ്പ് ലൗല ഫിറാഖുൽ കൗസ് അതിന്റെ അമ്പ് ചെയ്യുന്ന അതില്ലേ അത് സഹ്മ് എന്ന് പറഞ്ഞാൽ അമ്പ് ചെയ്യുന്ന ആ സാധനം ഇത് അതിന്റെ ആ കുന്തം ലൗല ഫിറാ കൗസ് എന്ന് പറഞ്ഞാൽ അമ്പ് ആ അമ്പിനെ വിട്ടു പോയില്ലെങ്കിൽ ലം യുസ്ബി അത് അതിന്റെ ലക്ഷ്യത്തിലെത്തില്ല. അമ്പ് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യത്തിലെത്തുവോ? ഇല്ല, അത് വലിച്ചു വിടണം എന്നാ പറയണത് അല്ലേ. അതുപോലെ വഷംസു കുറെ ഉദാഹരണം. വഷംസു എന്നാണ് ആ സൂര്യൻ ലൗ വഖഫത്ത് അത് നിന്നാൽ ഫിൽ ഫലക് അതിന്റെ ആ പാതയിൽ തന്നെ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്നാൽ ദായിമത്തൻ എപ്പോഴും നിന്നാൽ എന്ത് സംഭവിക്കുക? ലമല്ലഹന്നാസ് ജനങ്ങൾക്ക് മടുപ്പ് വരും അവിടെ തന്നെ നിന്നാല്. മിൻ അജ്ബിൻ അജ്മികൾ അതായത് അറബികളല്ലാത്തവരാണ് അജ്മികൾ. ഓമിൻ അറബികളും അറബികൾക്കും അജ്മികൾക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ ഉള്ള എല്ലാ ജനങ്ങൾക്കും അതിലൊരു മടുപ്പ് വരുന്നു സൂര്യ ഒരു ഭാഗത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ. വൽ ബദറു അതുപോലെ ചന്ദ്രൻ ലൗല ഉഫൂലിൻ അത് അസ്തമിച്ചില്ലെങ്കിലോ മിൻഹുമാ നവറത്ത് ഇലൈഹി അതിനെ നോക്കൂല. ഫി കുല്ലി ഹീനിൻ എല്ലാ സമയത്തും ഐനുൻ കണ്ണുകൾ മുർത്തഖിബിൻ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കണ്ണും അതിനെ നോക്കില്ല. അതായത് എപ്പോഴും ചന്ദ്രൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ നിന്നാൽ അതിന് അസ്തമയം ഉണ്ടാവണം, അത് ഉദിക്കുകയുമാണ്. അപ്പൊ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വൽബദ്റു ലൗല ഉഫൂലിൻ മിൻഹു മാ നവറത്ത് അതിന് അസ്തമയമില്ലെങ്കിൽ അത് ഉഫൂൽ എന്ന് പറഞ്ഞാൽ ഇല്ലാതായി പോവുക എന്നാണ് കേട്ടോ. ഓക്കെ. അതുപോലെ ഫി കുല്ലി ഹീനിൻ ഐനുൻ എല്ലാ അതായത് വൽബദ്റു ലൗല ഉഫൂലുൻ ചന്ദ്രൻ അസ്തമിച്ചില്ലെങ്കിൽ മാനവറത്തിലേഹി അതിനെ നോക്കില്ല. ഫി കുല്ലി ഹീനിൻ എല്ലാ സമയത്തും ഐനുൻ മുർത്തഖിബിൻ സൂക്ഷിച്ചു നോക്കുന്ന കണ്ണുകൾ. തിബുർ എന്ന് പറഞ്ഞാൽ ദഹബ് സ്വർണം കത്തുർബി മണ്ണ് പോലെയാണ്. മുൽക്കൻ ഫി അമാക്കിനിഹി അതിന്റെ സ്ഥലത്ത് എറിയപ്പെട്ട സ്വർണം അതിന്റെ സ്ഥലങ്ങളിൽ എറിയപ്പെട്ട മണ്ണ് പോലെയാണ്. വൽ ഊദ് എന്ന് പറഞ്ഞാ ഊദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഊതില്ലേ ഊതും അത്തറും നാളെ മണമുള്ള സുഗന്ധമുള്ള ഒരു ഇതാണ്, അതായത് മരക്കഷ്ണമാണ്. ഫി അർലിഹി അതിന്റെ ഭൂമിയിൽ നൗഉം മിനൽ ഹതബ് എന്താണ് വെറും ഒരു വിറക് കഷ്ണമാണ് ഊദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഫഇൻ തഗറബ അത് വേറെ രാജ്യത്തേക്ക് പോയാലോ വൈൻ തഗറബ ഹാദാ അത് അതായത് അത് വേറൊരു രാജ്യത്തേക്ക് നിർഗമിച്ചാൽ വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അസ്സമത്ലബുഹു അതിന്റെ ആവശ്യം അതായത് ഇതിന് ആവശ്യക്കാര് അസ്സ മഹത്തരമാകുന്നു. ആവശ്യം മഹത്തരമാകുന്നു പറഞ്ഞാൽ അതിന് ആവശ്യക്കാർ കൂടും. വൈൻ തഗറബദാക്ക എന്താണ് ഇനി മറ്റേത് ഇതുപോലെ പ്രവാസിയായി കഴിഞ്ഞാൽ അസ്സകസ്സഹബി സ്വർണം പോലെ അതിന് ഡിമാൻഡ് കൂടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഈ ഉഴുതും സ്വർണവും മണ്ണിൽ തന്നെ കടന്ന അതിനാർക്കും ഒരു വിലയില്ല. എന്നാൽ അത് പുറത്തേക്ക് വന്നാൽ എന്താവും? അതിന് ആവശ്യക്കാർ കൂടും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ പറയാം അല്ലെ? ബുദ്ധിയും സംസ്കാരവും ഒന്നാമത്തെ വരിയുടെ അർത്ഥം എന്താണ്? ബുദ്ധിയും സംസ്കാരവും ഉള്ളവർക്ക് ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്നതിൽ ഒരു സുഖവുമില്ല. അതിനാൽ സ്വന്തം നാട് വിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യുക. വിട്ടുപിരിയുന്നവർക്ക് പകരം പുതിയ ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താം. കഠിനാധ്വാനം ചെയ്യുക. കാരണം ജീവിതത്തിന്റെ യഥാർത്ഥ മാധുര്യം അധ്വാനത്തിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം ദുഷിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒഴുകിയാൽ അത് ശുദ്ധമായിരിക്കും, കെട്ടിക്കിടന്നാൽ അത് മോശമാകും. സ്വന്തം ഇടം വിട്ടിറങ്ങിയിരുന്നില്ലെങ്കിൽ സിംഹം ഇരപിടിക്കില്ലായിരുന്നു. വില്ലിൽ നിന്ന് വേർവിട്ടില്ലായിരുന്നെങ്കിൽ അമ്പ് ലക്ഷ്യത്തിലെത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? പറഞ്ഞില്ലേ സൂര്യൻ ആകാശത്ത് നിൽപ്പായിരുന്നുവെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അത് വേഗത്തിൽ മടുക്കുമായിരുന്നു. പൂർണ്ണചന്ദ്രൻ അസ്തമിച്ചു പോയില്ലായിരുന്നെങ്കിൽ ആരും എപ്പോഴും അതിനെ കാത്ത് ഇരുന്ന് നോക്കില്ലായിരുന്നു. സ്വർണം അത് കിടക്കുന്നിടത്ത് വെറുമൊരു മണ്ണാണ്. അതുപോലൊരു ഊത് സുഗന്ധമരം അതിന്റെ നാട്ടിൽ വെറുമൊരു വിറക് മാത്രമാണ്. എന്നാൽ അവ സ്വന്തം നാട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവയ്ക്ക് വലിയ വിലയും പ്രാധാന്യവും ലഭിക്കുന്നു എന്നാണ് നമുക്ക് ചുരുക്കി അതിന്റെ ആശയം മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അത്രയാണ് പദ്യം. ഇനി ഇവിടെ താഴേക്ക് ഇതിന്റെ ബഹർ ബസീത്താണ്. ഇങ്ങനെയാണ് മുസ്തഫയിലുൻ ഫായിലുൻ. ആ ബഹർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഹുനാക നുബ്ദ അനി ഷായർ കവിയെ കുറിച്ച് പറയുക. അൽ ഇമാം ഷാഫിഈ മൻ ഹുവ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. ഇതിന്റെ മുഴുവൻ പേരെന്താണ്? അഹദു കിബാറിൽ ഉലമാ വൽ മുഫക്കിരീൻ. മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി. വൽ മുഫക്കിരീൻ ചിന്തകൻ.
മാരിൽ ഒരാളാണ്. ഉലിദ സനത്ത 150 150 ഹിജ്രിയ ഫി ഗസ. ഹിജറ 150 ഗസയിൽ ഫലസ്തീനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നശഅ യതീമൻ, അദ്ദേഹം യതീമായാണ് വളർന്നത് എന്ന് പറഞ്ഞാൽ അനാഥൻ. ഫി ഹിജ്രി ഉമ്മഹി, ഉമ്മയുടെ മടിത്തട്ടിൽ. തഅല്ലമ ലുഗൽ അറബിയ, അറബി പഠിച്ചു. വഉലൂമൽ ഖുർആൻ സയൻസ്. വൽ ഹദീസ്, ഹദീസ് സയൻസ്. ഹത്ത നബഗ ഫിൽ ഉലൂമിൽ മുതനവ്വിയ, വ്യത്യസ്ത വിജ്ഞാനീയങ്ങളിൽ അദ്ദേഹം നബഗ എക്സ്പേർട്ടായി. വൽ ഫുനൂൻ, എന്താണ് ഫുനൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ ഫുനൂൻ, കലകൾ. കലകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ് ഈ പറഞ്ഞ ഡാൻസ് പാട്ടുള്ള കലകളല്ല, എഴുത്ത് കലകളാണ് ഉദ്ദേശിക്കുന്നത്. അൽ മുഖ്തലിഫ, വ്യത്യസ്തമായ ഈ എഴുത്തിന്റെ വിവിധ ഇനങ്ങളിൽ അദ്ദേഹം എന്താണ് നിപുണനായി എന്നാണ്. യതമയ്യസു ഷിഅറുഹു, ഷിഅറുഹു അദ്ദേഹത്തിന്റെ കവിതകൾ എന്താണ് വെറൈറ്റിയാണ്. ബിൽ ഹിക്മ, എന്തുകൊണ്ട്? വൈസ്നസ്. ഹക്മ എന്ന് പറഞ്ഞാൽ യുക്തി. വൽ ഫൽസഫ, ഫിലോസഫി കൊണ്ട് വെറൈറ്റിയാണ്, വ്യത്യസ്തമാണ്. തംതാസ് ലുഗത്തുഹു, അദ്ദേഹത്തിന്റെ ഭാഷയും വെറൈറ്റിയാണ്. ബിസുഹൂല, സുഹൂല എന്ന് പറഞ്ഞാൽ എളുപ്പം. വസ്സലാസ, സലാസ എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഒഴുക്ക് അതുപോലെ എളുപ്പം, ലളിതം, ഒഴുക്ക്. വഖ്തിയാർ അൽഫാദുൽ മുനാസിബ, എന്താണ് അനുയോജ്യമായ എന്താണ് വാക്കുകളുടെ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഷ വ്യത്യസ്തമാണ്. വൽ അസാലിബ് സഹല, ലളിതമായ ശൈലികൾ. അൽ വാലിഹ, വ്യക്തവും. ഓമിൻ അഷ്ഹരി ആസാരിഹി, അദ്ദേഹത്തിന്റെ എന്താണ് ആസാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരുതി വെപ്പുകൾ, അദ്ദേഹം ബാക്കിയാക്കി പോയത്, അതാണ് ആസാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആസാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വമിൻ അഷ്ഹരി ആസാരിഹി ദീവാനുൽ ഇമാം ഷാഫി, അദ്ദേഹത്തിന്റെ കവിതകളുടെ എന്താണ് സമാഹാരമാണ്. വൽ അദ്ദേഹത്തിന്റെ ഒരു വേറെ പുസ്തകമാണ്. വൽ റിസാല, അതും ഒരു പുസ്തകമാണ്. തൂഫിയ സനത്ത അൽഫെ സനത്ത 204 ഹിജ്രിയ ഫി മിസർ, മിസറിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇനി ഖുലാസത്തുൽ മൻലൂം, നമ്മുടെ കവിതയുടെ എന്താണ് ഒരു ഖുലാസ മത ചുരുക്കം. ഹാദൽ മൻലൂം, ഈ കവിത യുഷീറു ഇല ഫവായിദ് റിഹിലാത്ത്, യാത്രയുടെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങളെ കുറിച്ചാണ്, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൽ അസ്ഫാർ, യാത്രയെക്കുറിച്ചും, പിന്നെ വൽ ഫൽസഫത്തിഹ, അതിന്റെ ഫിലോസഫിയും, കേട്ടോ, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തുസാഇദു റിഹില, യാത്ര സഹായിക്കും. അല തൗസീഉ മആരിഫിൽ ഇൻസാൻ, മനുഷ്യന്റെ അറിവ് വിശാലമാക്കാൻ. വ തത്വീർ, വളർത്താൻ. ഷഖ്സിയത്തിഹി, വ്യക്തിത്വം ഇംപ്രൂവ് ചെയ്യിക്കാനും അവനെ സഹായിക്കും, അല്ലെ യാത്രകൾ. തംനഉഹു, അവന് കൊടുക്കും. റാഹത്തൻ, ആശ്വാസം അല്ലെങ്കിൽ ഒരു സുഖം. വ തജ്ദീദൻ, ഒരു എന്താണ് പുതുക്കല് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പുതുമ നൽകും. വ മുതഅ, ഒരു എൻജോയ്മെന്റ് നൽകും. ഫറാഹത്തുൽ ഹഖീഖിയ, അപ്പോൾ യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് തക്കൂൻ എന്താണ് എപ്പോഴാണ്? ഫിൽ അമലി വർക്ക് ചെയ്യുമ്പോഴാണ്. വൽ മുസാബർ, അധ്വാനിക്കുമ്പോഴാണ്. ഫൽ മാ, അതുകൊണ്ട് വെള്ളം ഉണ്ടല്ലോ, ലാ യസ്ഫു, അത് തെളിയില്ല. ഇല്ലാ ബിൽ ജരി, ഒഴുകിയാലല്ലാതെ. വൽ അസദു, സിംഹം, ലാ യഹ്സുൽ അലാ ഫരീസത്തിഹി, അതിന്റെ ഇരയെ അതിന് കിട്ടില്ല. ഇല്ലാ ഇദാ ഖറജ, പുറത്തേക്ക് വന്നാലല്ലാതെ. മിൻ അരീനിഹി, അതിന്റെ ഗുഹയിൽ നിന്ന്. വസ്സഹ്മു, അമ്പ്, ലാ യുസീബു, എന്താണ് ലക്ഷ്യത്തിലെത്തില്ല. ലാ യുസീബു ഹദഫഹു, അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഇല്ലാ ഇദൻ തലഖ, അത് വിട്ടാലല്ലാതെ. മിനൽ ഖൗസ്, വില്ലിൽ നിന്ന്. വ കദാലിക ഷംസ്, അതുപോലെ തന്നെയാണ് സൂര്യനും. വൽ ഖമർ, ചന്ദ്രനും. യുഅ്ജിബാനി ബിത്തുലൂഇ വൽ ഖുറൂബ്, അതിന്റെ എന്താണ് ഉദയം കൊണ്ടും അസ്തമയം കൊണ്ടും അത്ഭുതപ്പെടുത്തും. വസ്ദഹബു, സ്വർണം, ഫി മഅദനിഹി, അതിന്റെ ഖനിയിൽ. കത്തുറാബ്, മണ്ണ് പോലെയാണ്. ലാ തുറഫി ഖീമത്തുഹു, അതിന്റെ വില ആർക്കും അറിയില്ല. എപ്പോഴല്ലാതെ. ഇല്ലാ ബി ഇസ്തിഖ്റാജിഹി, അതിനെ പുറത്തെടുത്താലല്ലാതെ. വ ഇസ്തിഖ്ലാസിഹി, അതിനെ എന്താണ് ശുചിയാക്കിയാൽ, അതായത് അതിനെ നന്നായി
എന്ത് ചെയ്യുക, തീയിലിട്ടിട്ട് ഇതാക്കിയെടുക്കൂലേ, അതാണ് പറഞ്ഞത് ഇസ്തിഖ്ലാസ് കേട്ടോ. തലഹറു ഖീമത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ വില എന്താണ് വ്യക്തമാകുന്ന എപ്പോഴാണ്, ബിസ്സഫർ, യാത്രയിലൂടെയാണ്. വൽ ഇജ്തിഹാ, അധ്വാനിക്കുമ്പോഴാണ്. വ മുഷാറക്കത്ത് തജാരിബിഹി, അവന് എന്താണ് മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായി എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അവന്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ കൂടിയാണ് എന്ത് വരുന്നത്, മുഷാറക്ക എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. തജാരിബ്, എക്സ്പീരിയൻസസ് മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ കൂടിയാണ് എന്താവുക, മനുഷ്യന്റെ വാല്യൂ പ്രകടമാകുക എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നുറാജ് അൽ മൻലൂമ നുജൂബ്, ഇത് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. മാഹിയ ഈജാബിയാത്ത് സഫർ, യാത്രയുടെ പോസിറ്റീവ്സ് എന്താണ്? ഈ വരികളുണ്ടല്ലോ അല്ലെ, എന്താണ്? തുസാഇദു റിഹ്ലാത്ത് അല തൗസിഇ മആരിഫിൽ ഇൻസാൻ വ തത്വീരി ശഖ്സിയതിഹി തംനഉഹു റാഹതൻ വ തജ്ദീദൻ വ മുതഅതൻ. അത്രയും കൊടുക്കാം. ഇവിടം മുതൽ ഇവിടം വരെ എഴുതാം അല്ലേ. അടുത്തതോ, കൈഫ നഷൂറു ബിർറാഹത്തിൽ ഹഖീഖിയ, നമുക്ക് എപ്പോഴാണ് യഥാർത്ഥ സുഖം ലഭിക്കുന്നത്, അനുഭവപ്പെടുന്നപ്പോഴാണ്? അറാഹത്തുൽ ഹഖീഖിയ തകൂനു ഫിൽ അമലി വൽ മുസാബറ. ഇതാണ് ഉത്തരം കൊടുക്കേണ്ടത്. അടുത്തതോ, മതാ യതീബുൽ മാ, വെള്ളം എപ്പോഴാണ് നല്ലതാവുന്നത്? വ മതാ യഫ്സുദ്, എപ്പോഴാണ് മോശമാകുന്നത്? ഈ വരികളുണ്ട്. എവിടെയാണ് അല്ലേ? അൽമാ ഉയസ്ഫു അൽമാ ഉലാ യസ്ഫു ഇല്ലാ ബിൽ ജരി എന്ന് പറയാം അല്ലേ. എങ്ങനെയും പറയാം, യതീബുൽ മാ ഇദാ സഹ വജറ വയഫ്സുദു ഇദാ വഖഫ വറകദ എന്ന് എഴുതാം. ഇത് നമ്മുടെ പാരഗ്രാഫ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കുകയാണ്. അടുത്തത് എന്താണ്? കൈഫ യസ്ലു സഹ്മു ഇലാ ഹദ്ഫിഹി, എപ്പോഴാണ് അമ്പ് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്? അസ്സഹ്മു ലാ യുസീബു ഹദ്ഫഹു ഇല്ലാ ഇദൻ തലഖ മിനൽ ഖൗസ്, വില്ലിൽ നിന്ന് വിട്ടുപോയാലാണ് അല്ലേ. മതാ യുഅ്ജിബു ഷംസു വൽ ഖമറു വൽ ഇൻസാൻ, എപ്പോഴാണ് മനുഷ്യനും ഷംസും ഒക്കെ അത്ഭുതപ്പെടുത്തുന്നത്? എപ്പോഴാണ്? ഷംസു, ചോദ്യം എങ്ങനെയാണ്? മതാ തുഅ്ജിബു ഷംസു വൽ ഖമറു വൽ ഇൻസാൻ, മനുഷ്യനെ എപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്നത്? എപ്പോഴാണ് അല്ലേ? അഷംസു വൽ ഖമറു യുഅ്ജിബാനി, അത്ഭുതപ്പെടുത്തും. ബിത്തുലൂഇ വൽ ഗുറൂബ്, അത് അസ്തമിക്കുമ്പോഴും അതായത് ഉദിക്കുമ്പോഴുമാണ് അതിൽ നമുക്ക് അത്ഭുതം തോന്നുന്നത് അല്ലേ, അതിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത്. അടുത്തതോ, അടുത്ത ചോദ്യം ഇവിടെ ഉണ്ടല്ലോ, അവിടെ കൈഫ യദ്ഹറു ഖീമത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ വാല്യൂ എപ്പോഴാണ് പ്രകടമാകുക? തദ്ഹർ ഖീമത്തുൽ ഇൻസാൻ ബിസ്സഫരി വൽ ഇജ്തിഹാദ് വ മുശാറകത്തി തജാരിബിഹി മഅൽ ആഖരീൻ. എത്ര എഴുതിയ അതിന്റെ ഉത്തരമായി. ഇനി ഇവിടെ നോക്കൂ, നുനാഖിഷുൽ അബിയാത്ത് താലിയ വ നുഇദ് മുദക്കിറതൻ ഹൗല മദ്മൂനിഹ, ഇവിടെ ഈ വരികൾ വായിച്ച് അതിനെ സംബന്ധിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാം, മുദക്കിറ നോട്ട് തയ്യാറാക്കാം. എന്തായാലും പറയുന്ന, യുഖാതിബുനി അസ്സഫീഹു, മണ്ടൻ എന്നോട് സംസാരിക്കും, ബിഖുല്ലി ഖുബ്ഹൻ, മോശമായിട്ട്, ഫഅക്റഹു അൻ അകൂന ലഹു, ഞാൻ വെറുക്കുന്നു, അൻ അകൂന ലഹു മുജീബ, ഞാൻ അവന് മറുപടി കൊടുക്കാം. അതായത് മണ്ടനോട് ഞാൻ സംസാരിക്കില്ല എന്ന്. യസീദു സഫാഹത്തൻ, അവനെന്താണ് മണ്ടത്തരമാണ് വർദ്ധിപ്പിക്കുന്നത്. ഫഅസീദ് ഹിൽമ, ഞാൻ വർദ്ധിപ്പിക്കുന്ന എന്താണ് വിവേകമാണ്. കഊദിൻ, ഏതുപോലെ? ഉഊദ്, ആ മണമുള്ള സുഗന്ധമുള്ള ആ എന്താണ് കമ്പ്. സാദഹുൽ ഇഹ്റാഖ്, അതിനെ കത്തിച്ച തീബ, അതിനെന്ത് വർദ്ധിക്കും? മണം വർദ്ധിക്കും. അതുപോലെ അപ്പോൾ ഞാൻ എപ്പോഴും സഫാഹത്തിന്റെ കൂടെയല്ല, ഹിൽമാണ്. അപ്പോൾ ഈ ഹിൽമും സഫാഹത്തിന് വെടിഞ്ഞ് ഹിൽമു എന്താണ് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വരികൾ പറയുന്നത് അല്ലെ. അതെങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? തദുല്ലു ഹാത്താനിൽ ആയത്താൻ, അല്ലെങ്കിൽ ഹാത്താനിൽ ബൈത്താനി എന്ന് പറയാം കേട്ടോ, ആയത്താനി എന്ന് വേണ്ട. അല അഹമ്മിയത്തിൽ ഹിൽമ്, വിവേകത്തിന്റെ പ്രാധാന്യം. വസ്സബർ, ക്ഷമ. ഫി മുവാജഹത്തിൽ ജുഹാൽ, മണ്ടന്മാരെ ഫേസ് ചെയ്യുമ്പോൾ. ഇദാ തകല്ലമ സഫീഹു, ഒരു മണ്ടൻ സംസാരിച്ചു, ബിൽ അഖ്ലാഖി സയ്യ, മോശമായ സ്വഭാവത്തിൽ. ഫറദ്ദു അലൈഹി ലൈസ ബിൽ മിസിൽ, അവന് മറുപടി കൊടുക്കേണ്ടത് എന്താണ്? ഉരുളക്കുപ്പേരും അതുപോലെ പറഞ്ഞല്ല മറുപടി കൊടുക്കേണ്ടത്. ബൽ ബിസ് സുകൂത്ത്, മറിച്ച് മിണ്ടാതിരിക്കുക. വൽ ഹിൽമ്,
വിവേകത്തോടെ ഇരിക്കുക. കമാ അന്ന ഊദൽ ബുഖൂർ, ഊദൽ ബുഖൂർ എന്ന് പറഞ്ഞാൽ ഈ പുകയ്ക്കുന്ന കമ്പ് എന്നാണ് കേട്ടോ, അതിന് ഊദ്. യസ്ദാദു തീബൻ, എന്താണ് അത്, അതിന് തീ മണം കൂടും. വറായിഹത്തൻ, സുഗന്ധം കൂടും. സക്കിയ, എപ്പോ നല്ലതാകും. സക്കിയ എന്ന് പറഞ്ഞാൽ നല്ല സ്വച്ഛം, അതായത് നല്ല ഫ്രഷ് ആകും. കുല്ലമാ ഇഖ്തറക്ക, അതിനെ കരിച്ചു കഴിഞ്ഞാൽ. കദാലിക്കൽ ഇൻസാനുൽ കരീം, അതുപോലെ തന്നെ മാന്യനായ മനുഷ്യൻ. യസ്ദാദു ഹിൽമൻ വ അദബൻ, അവനെന്ത് ചെയ്യും? ഹിൽമും വിവേകവും അദബും വർദ്ധിക്കും. കുല്ലമാ സാദൽ ജാഹിലു സഫാഹ, വിവരമില്ലാത്തവനെപ്പോഴും സഫാഹത്താണ് വർദ്ധിക്കുക എന്ന് കേട്ടോ. ആ രീതിയിൽ നമുക്ക് അതിൻ്റെ ആശയം എഴുതാം. ഇനി നുറാജുൻ നസ്സ വനഖ്താർ മിൻഹു സുത്തൂറൻ തുനാസിബു തസ്രീഹാത്തിൽ ആത്തിയ, ഈ ആശയത്തിലുള്ള പദ്യത്തിലെ വരി കണ്ടെത്തണം. അൽ ഇൻസാനു യളഅഫു അഖ്ലുഹു വ തൻഖുസു ഖിബ്റതുഹു, ഒരു മനുഷ്യൻ അവൻ്റെ ബുദ്ധി കുറയും. വ തൻഖുസു ഖിബ്റതുഹു, അവൻ്റെ എന്താണ് പരിചയ സമ്പത്ത് കുറഞ്ഞിരിക്കും. ഇല്ലം യസ്തഇദ് ലിസ്സഫർ, എന്ന് അവനെ യാത്രയ്ക്ക് തയ്യാറായില്ലെങ്കിൽ. കൽ മാഇർ റാക്കിദ്, ഇതുപോലെ ഈ റാക്കി എന്ന് പറഞ്ഞാൽ അതായത് മലിനമായ വെള്ളം പോലെ, മലിനമായ വെള്ളം പോലെ എന്താണ് അവൻ്റെ എന്താണ് അൽ ഇൻസാനു യളഅഫ്, മനുഷ്യൻ ദുർബലനാകും വെള്ളം കെട്ടിക്കിടന്നാൽ. അതേ വരി ഉണ്ടല്ലോ അല്ലേ, ഏത് വരിയാണ് നമുക്കറിയാം, ഏത് വരിയാണ്? ഇതാ അല്ലേ, ഇന്നി റഅയ്തു വഖൂഫൽ മാഇ യുഫ്സിദുഹു ഇൻ സാഹ താബ വ ഇൻ ലം യജ്രി യതിഫ് ലം യതിഫ്, ആ വരിയാണ് അതിന് വരിക. അടുത്തത് അൽ ഇൻസാനു ഇൻ ലം യതഹറക് ലാ യദ്ഹറു ഖീമതഹു, ഒരു മനുഷ്യൻ അവന് മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ അവൻ്റെ വാല്യൂ വെളിപ്പെടില്ല. കദ്ദഹബിൽ മദ്ഫൂനി ഫി തുറാബ്, ഏതുപോലെ മണ്ണിൽ എന്താണ് മൂടപ്പെട്ട സ്വർണം പോലെ. ഏത് വരിയാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഫത്തിബുറു കത്തുറാബ് ഫത്തിബുറു കത്തുബറ മുൽക്കം ഫി അമാകിനിഹി. ഓക്കെ, അടുത്ത ചോദ്യം. അൽ അഷിയാഉൽ അലീമ യഫ്ഖിദ് ഖീമതഹ ഇല്ലം യതജദ്ദദ്, വലിയ അൽ അഷിയാഉൽ അലീമ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ. തഫ്ഖിദ് ഖീമതഹ, അതിൻ്റെ വാല്യൂ ഇല്ലാതാവും. ഇല്ലം യതജദ്ദദ്, അതിനെപ്പോഴും പുതുക്കിയില്ലെങ്കിൽ. ഏതാ നമുക്കിത് കൊടുക്കാം അല്ലേ, ഏത് ഇതിൻ്റെ ഷംസ് കാര്യം പറയാം. വഷംസു ലൗ വഖഫത് ഫിൽ ഫുൽകി ദായിമതൻ ലമല്ലഹൻ നാസു മിൻ ഉജ്മിൻ വമിൻ അറബി, അതുപോലെ വൽബദുറു ലൗല ഉഫൂലും മിൻഹു മാ നദറത് ഇലൈഹി ഫീ കുല്ലി ഹീനിൻ ഐനും, അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വലിയ വലിയ ഒരു പ്രതിഭാസമാണ് അല്ലേ, അതിന് മാറ്റം വന്നില്ലെങ്കിൽ അത് മടുപ്പുണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ രണ്ട് വരികൾ അതിലെഴുതാം. അടുത്ത നുറാജുൽ മൻലൂബ നഖ്തോർ സത്രൻ യദുല്ലു, ഈ ആശയത്തിലെ ഖീമത്തു സഹബ്, ഈ വിഷയങ്ങളിലുള്ള പദ്യത്തിലെ വരി കണ്ടെത്തണം. ഖീമത്തു സഹബ് നമ്മൾ പറഞ്ഞില്ലേ, സ്വർണത്തിന്റെ മൂല്യം, അതിനേതാണ്? അത്തിബുറു അല്ലേ, നേരത്തെ പറഞ്ഞ ആ വരി ഏതാ? അത്തിബുറു കത്തുർബി മുൽക്കൻ ഫി അമാനിക്കിനിഹി വൽഊദു ഫിൽ അർളിഹി നൗം മിനൽ ഹതബ്. ഓക്കെ, അതോ ഇതാണോ? ഫൈൻ തഖറബ ഹാദാ അസ്സമത് ലഹു, പ്രവാസിയായാൽ, അതായത് അതിനെ പുറത്തെടുത്താൽ, സ്വർണത്തെ മണ്ണിൽ നിന്ന് പുറത്തെടുത്താൽ അതിൻ്റെ ആവശ്യം കൂടും. അപ്പോൾ ഇതായിരിക്കും വരിക അല്ലേ. ഈ രണ്ട് വരികൾ എഴുതാം ശരിക്ക് കേട്ടോ. ഇനി അടുത്തത് യാത്രയുടെ ഗുണങ്ങൾ. യാത്രയുടെ ഗുണം ഏതാണ്? സാഫിർ തജിദ് ഇവളൻ അമൻ തുഫാരിഖുഹു വൻസൗഫ ഇന്ന ലദീദൽ ഐഷി ഫിൻ നസബി, ആ വരി നമുക്ക് എഴുതാം. അടുത്ത ഇഅ്ജാബുൽ ഖമർ, ചന്ദ്രനെ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? വൽബദറു ലൗല ഉഫൂലും മിൻഹു മാ നദറത് ഇലൈഹി മിൻ കുല്ലി ഹീനിൻ ഐനുൻ മുർതഖിബിൻ, അതും എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് വരാം. വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.